ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ടാമത്തെ വ്ളോഗായി എടുക്കാൻ വേണ്ടി ഞാനിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മ്യൂസിയത്തേക്കാണ് നടന്നു പോയിട്ട് അവിടുത്തെ മ്യൂസിയം കാണിച്ചു തരാം. ഷാർജ മ്യൂസിയം. ഇത് നടന്നുകൊണ്ട് ബാക്കി കാര്യങ്ങൾ കാണാം അല്ലേ. ഇപ്പോൾ വെയിൽ ഈ സൈഡ് ഇപ്പുറത്തെ സൈഡില്ല, അതുകൊണ്ട് ഈ ബിൽഡിങ്സിൻ്റെ ഷെയ്ഡ് കാരണം നമുക്ക് നടക്കണോടത്താണല്ലോ. ആ മരം കാണാൻ നല്ല രസമുണ്ടല്ലേ, റോഡിൻ്റെ നടുക്കിൽ. അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, വെള്ളമൊക്കെ ഒഴിച്ച്. നടക്കാൻ ഇത്തിരി ഉണ്ട്, നടക്കാനേ. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് വെറുതെ വഴിയും അതൊക്കെ കാണാമല്ലോ. ഈ പെട്ടിരിക്കുന്നത് ഇതിൽ വേസ്റ്റ് ഇടാൻ കേട്ടോ. അത് ഇനി ആൾക്കാർ ചോദിച്ചിട്ട് പറഞ്ഞില്ല എന്ന് വേണ്ട. അതിൽ പല വേസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെയും ഫുഡ് വേസ്റ്റും അങ്ങനെ തരം തിരിച്ചിടാനുള്ളതാണ്. അയ്യാ, ഈ വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ഡ്രസ്സ് കടയാന്ന് തോന്നുന്നുണ്ട്, ബൊട്ടീക്ക്. സംഭവം ഇങ്ങനെ അറിയാത്ത സ്ഥലത്ത് ആദ്യമായിട്ട് നടന്നു പോയിട്ട് ആ സ്ഥലമൊക്കെ കാണാൻ അടിപൊളിയാണ്. ഞാൻ ഇന്നവരെ പോയിട്ടില്ല. ഞാൻ അവിടെ ഗൂഗിളിൽ നോക്കിയപ്പോൾ അടുത്തിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കണ്ടു. അപ്പം എന്തായാലും വഴി നെറ്റിൽ നോക്കി, ഫോണിൽ നെറ്റില്ല, അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ മാപ്പിലുള്ള വഴി ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ആ ഐഡിയ വെച്ച് നടക്കുകയാണ് അവിടേക്ക്. എന്തായാലും നടക്കട്ടെ. വേറെ കൂടുതൽ കൂട്ടുകാരന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ സുഖമാണ്, വർത്താനൊക്കെ പറഞ്ഞ് ജോലി അടിച്ച് പോവാം. ഇപ്പം നമ്മൾ നടന്നിട്ട് ഒരു ട്രെയിനിങ് എടുത്തപ്പോൾ ഇപ്പം നമ്മുടെ ഡയറക്ഷനിലായി സൂര്യൻ വില്ലനായി. ഇവിടെ നിൽക്കടയാ, ചൂണ്ടക്കട. ആ, ഇവിടെ അടുത്ത് കടലുണ്ട്, അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പം മീൻ പിടിക്കാലോ. ആ സൂര്യൻ്റെ ഷെയ്ഡിൽ പള്ളി കാണാൻ നല്ല ഭംഗിയുണ്ട് ഇല്ലേ. എന്തായാലും വെയിൽ ഈ സൈഡല്ലേ, നമുക്ക് അപ്പുറ സൈഡിലേക്ക് നടക്കാം. അപ്പം അപ്പുറത്തെ സൈഡാകുമ്പോൾ വെയിലും കൊള്ളാണ്ട് നടക്കാമല്ലോ. അത് വിചാരിച്ചിട്ട് ഇപ്പുറത്തെ സിഗ്നൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് സുഖമായി നടക്കാൻ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്, ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളിയുണ്ട് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ഷെയ്ഡ്സിൻ്റെ കൂടെ അവിടെ എനിക്ക് തോന്നുന്നത് എന്ത് പോർട്ട് പോലത്തെ സംഭവമാണ്. കപ്പലാണോ ബോട്ടാണോ? മരത്തോണ്ടുള്ള ബോട്ട്. കപ്പൽ. അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്തു. നമ്മുടെ അവിടെയുള്ള അരിയപ്പാന്ന് തോന്നുന്നുണ്ടത് അല്ലേ. അരിയപ്പ് തന്നെയാണ്, വേണം പറഞ്ഞാൽ കഴിച്ചു നോക്കാം അവരല്ലേ. അരിയപ്പന്നെ അതാണ് ഇവിടുത്തെ. നമ്മളെ അവിടെ പോലെ ആൾക്കാർ അവിടെ ഇവിടെ ചപ്പും ചാവറൊന്നും വലിച്ചു വാരി അറിഞ്ഞില്ല. പക്ഷെ ഇതിൻ്റെ അടിയിൽ അടിപൊളി പൂവ് അവർ സെറ്റ് ചെയ്ത് നല്ല ഭംഗിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ തൊട്ട് അങ്ങനെ അറ്റം വരെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അകലൊന്നും ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. നമ്മൾ ഉദ്ദേശിച്ച് വരാൻ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് കാണാനുണ്ട്, ആ മ്യൂസിയം. അത് 2008 ഓപ്പൺ ആയിരിക്കണം. അറിയില്ല, ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. ഇനി ബാക്കി അവിടെ പോയി നോക്കട്ടെ കേട്ടോ. ഞങ്ങളുടെ ഇങ്ങനെ കടക്കുക, ഇവർ റോഡിൻ്റെ നടുക്കിൽ സാധനം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ അടുത്തൊന്നും ഇത് ഇല്ലാത്തോടത്തൊന്നും ഇനി അപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. എന്തായാലും പോവാം. സൈഡിൽ നമ്മുടെ ബോഗമില്ലെന്ന് തോന്നുന്നുണ്ട്, വെട്ടി നിർത്തുക. ഞാൻ ഇത് മക്കളെ ബാലൻസ് ചെയ്തിട്ടായിട്ട് നടക്കണം.
ബോഗൻവില്ല തന്നെ വളർന്നു വരണല്ലോ. അയ്യോ, അതപ്പുറത്തേക്ക് വളർന്ന് നടന്നാൽ മതിയായിരുന്നു. റോട്ടിക്ക് ഇറങ്ങി നടന്ന വണ്ടി അടിക്കുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും നോക്കാം. അവിടെ ഇപ്പഴത്തേക്ക് അടി അവിടെ മണലുണ്ട്. ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട് വൈകിട്ട്. കടൽ നോക്കിയിരിക്കുക അടിപൊളിയല്ലേ. അങ്ങനെ വീട്ടിലേക്ക് വിളിക്കുക, ഫോൺ വിളിച്ചിരിക്കുക, അടിപൊളിയാണ്. ഈന്തപ്പനയുടെ മരം ഇവിടെ. ഇവിടെ ഒരു പള്ളി കണ്ട, ആ പള്ളിയുടെ അപ്പുറത്ത് അതാണ് നമ്മുടെ മ്യൂസിയം. എൻട്രി ഉണ്ടോ ഇല്ലയോന്നും അറിയില്ല. ഞാൻ എത്തിയത് നോക്കിയപ്പോൾ എൻട്രി ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ അവിടെ എത്തട്ടല്ലേ, ഒരു ക്യൂരിയോസിറ്റി പോവാത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ. ബെഞ്ചറ്റുണ്ട് വന്നിരിക്കും. ഇതാണ് നമ്മുടെ മ്യൂസിയം. ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഉണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഒരു സിഗ്നലും ഉണ്ട്. അപ്പോൾ ആ സിഗ്നൽ വഴി നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവാം. എന്നിട്ട് നമുക്ക് എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. ആ ഗ്രീൻ കത്തിയുണ്ട്, യെല്ലോ കത്തി, സിഗ്നൽ നോക്കാം. നമുക്ക് ഓടിപ്പോവാം. ഒരു സ്ഥലം നമ്മൾ ഓടിക്കടന്നു. ഇനി അടുത്ത സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ വെയിറ്റ് എന്നുള്ളത് കത്തി. നമ്മുടെ അവിടെ കറുപ്പി വെള്ളയല്ലേ സീബ്ര ക്രോസ്, ഇവിടെ ചോപ്പി വെള്ളയാണ്. അതുകൊണ്ട് കാണാൻ കുറച്ചും കൂടി വൃത്തിയുണ്ടെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. ഇപ്പം ഞാൻ ഒരു സിഗ്നൽ വീഡിയോ നോക്കി നിൽക്കുന്നിട്ട് മിസ്സായി. അതാണ് ഇത്ര വെയിറ്റിങ്. നമ്മളെത്തിയ സ്ഥലം ഉണ്ട്. ഇവിടെ ആരും അവിടെ കുറച്ച് 4-5 വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണാവുന്നവരാണോ എന്നൊന്നും അറിയില്ല. ഇതാണ് നമ്മൾ കാണാവുന്ന സ്ഥലം. നമുക്ക് എന്തായാലും ആ സൈഡിലേക്ക് നടന്നു നോക്കാം. അവിടെ ഒരു എൻട്രൻസ് പോലെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള എൻട്രൻസ് സൈഡിലാണെന്ന് തോന്നുന്നു. മ്യൂസിയം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഈ തെറ്റതീ നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അതൊക്കെ വെച്ചില്ല. എൻ്റെ ഉറപ്പാണ് സെൻട്രിക്കോടെ ഞാൻ കയറണ്ടായിരുന്നു. സെൻട്രിക്കോടെ ടിക്കറ്റ് എടുത്ത് കയറാം. അവിടെ ഒരു ചേട്ടൻ അവിടെ പോയിപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ചോദിച്ചതാ, മലയാളി തന്നെയായിരുന്നു. ഇതിൻ്റെ ഉള്ളിലേ വീഡിയോ അല്ലേ ഇവിടെ അല്ലായിരുന്നു. നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം എന്തായാലും ഞാൻ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസ് സ്ലൈഡാക്കി ഇടാം. ഫോട്ടോസ് എടുക്കാൻ ലോഡാണ്, പക്ഷേ വീഡിയോ എടുക്കാൻ ലോഡല്ല എന്ന് പറഞ്ഞു. കയറുമ്പോൾ തന്നെ 10 ദിർഹംസാണ് എൻട്രി ഫീസ്. അപ്പോൾ അത് കൊടുത്ത് നമ്മൾ കയറി. അപ്പോൾ അവിടെ ചോദിച്ചു ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോ ആണെങ്കിൽ എടുക്കാം, ഫ്ലാഷ് ഇടാണ്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഷാർജ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് സിവിലൈസേഷൻ. അവിടെ എന്തോ ടിക്കറ്റിൻ്റെ യുവർ ടിക്കറ്റ് എന്തോ ബസ് എന്തോ സർവീസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, നമുക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. പക്ഷേ ഫോണിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫോണിൽ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ എടുത്തരാരും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഞാൻ എടുത്തിട്ടുണ്ട്.
ഞാൻ സ്ലൈഡിലിടാം. ഒരാളും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു പോവാ, അല്ലാണ്ട് കഴിഞ്ഞു. ഇനി അവിടെ ബീച്ചുണ്ട്, ബീച്ചിൽ പോയി ഇരിക്കുന്നില്ല, ബീച്ചിൽ ഇനി വേറെ ദിവസം വരാം. എന്തായാലും തിരിച്ചറിയാം. ഈ ടൈമൊക്കെ ആയപ്പോഴാണ് ഞാൻ കയറിപ്പോൾ ഒരാളും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി തോന്നുന്നു ഫ്രൈഡേയ്സും വെള്ളിയും ശനി ഞായറൊക്കെ ആൾക്കാർ കൂടുതലുണ്ടാവുക. മുടക്കുള്ള ദിവസങ്ങളല്ലേ, ഇന്നൊക്കെ ഇട ദിവസമല്ലേ, ചൊവ്വാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ അതോ അവിടെ പറഞ്ഞാൽ എല്ലാവരും ഫോട്ടോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ടൊക്കെ എടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതുപോലെ ഇടിപ്പിച്ചു ഒരാളെ കൊണ്ട്. പക്ഷേ നമുക്ക് എല്ലായിടത്തും ഇടിപ്പിക്കാനുള്ള ഇത് പറ്റില്ലല്ലോ. ഒരു ഫോട്ടോ ഇടിപ്പിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ എനിക്ക് ഇഷ്ടമായി വലിയവരും. നമ്മൾ ഫ്രണ്ടിൽ നിന്നല്ലേ കാണിച്ചത്, സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. കുറേണ്ട് കേട്ടോ, കുറേന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ഉള്ളിൽ കയറിപ്പോൾ കുറേ ഇല്ല എന്നൊക്കെ വിചാരിച്ചു കാണാനൊക്കെ. നമ്മള് ആ കൂടി പോയിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂരത്തെ മ്യൂസിയം പോയിട്ടുണ്ട്, പിന്നെ എറണാകുളത്തെ തൃപ്പൂണിത്തറ മ്യൂസിയം പോയിട്ടുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇവിടെ കുറച്ചും കൂടിയും പൊടിക്ക് മേലെ നിൽക്കണം എല്ലാം. അവരെ പുതിയത് തുടങ്ങിയോണ്ടായിരിക്കാം ഉണ്ടായിട്ട്, കാരണം അത്ര അധികം കൊല്ലായിട്ട്. പക്ഷെ അടിപൊളിയായി നീക്കി നമുക്ക് അടിപൊളിയായിട്ടുണ്ട്. പിക്സലും സംഭവം അടിപൊളിയായിട്ട് കുറെ കാണാനുണ്ട്. ഒരാളും കൂടി ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒറ്റയ്ക്ക് തന്നെയല്ലേ നല്ലത്, 1-2 ആളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഓരോന്ന് വായിച്ച് ഇതിനെങ്ങനെ മ്യൂസിയങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. അപ്പോൾ ഓരോന്ന് പഴയ കാര്യങ്ങൾ പണ്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് അത് ഓരോന്നൊക്കെ ഉണ്ടായിരുന്നേന്നൊക്കെ വായിച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാലത്ത് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകിട്ട് 4-4:30 ആവും ഇറങ്ങി കഴിയുമ്പോൾ. ഇതിപ്പോൾ ഞാൻ ഓടി എങ്ങനെ ഓട്ടി ഇങ്ങനെ നടന്ന് കണ്ടാ ചെയ്തത്, അല്ലാണ്ട് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനോ അതിന് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ടു അത്യാവശ്യം ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിലെ ഒരു 3/4 ഭാഗങ്ങളിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ടുള്ളൂ. എന്തായാലും ഫോട്ടോ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നോക്കി നോക്ക്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിൽ നിർത്താം. ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. സെറ്റിൻ്റെ കറക്റ്റ് ടൈമാണ് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 10-15 മിനിറ്റിനുള്ളിൽ സൂര്യൻ. അതായത് സമയം എത്രയായി? സമയം 6:10.